മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമൊഴി പെരുമ്പടപ്പിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ബീവറേജസ് ഔട്ട്ലെറ്റിന് ലൈസൻസ് പുതുക്കി നൽകിയതുൾപ്പെടെ നിരവധി ആരോപണങ്ങളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ മുക്കം നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. നേരിയ സംഘർഷം. മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് നഗരത്തിലെ ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ചത്. നഗരസഭ പ്രവേശന വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. ധർണ ജില്ലാ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ പി.ജി. മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭരണമാറ്റവും തിരുവമ്പാടിയിൽ എം.എൽ.എ. മാറിയതും അറിയാത്തതുപോലെയാണ് മുക്കം നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ സമീപനമെന്ന് അദ്ദേഹം പറഞ്ഞു. പോരാട്ടവുമായി കേരളത്തിലെ പൊതുസമൂഹം മുമ്പോട്ട് പോകുമ്പോൾ ഈ മുക്കത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലാനാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ ശ്രമിക്കുന്നതെങ്കിൽ അതങ്ങ് നടക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ സന്നദ്ധമാവുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ നിയോജക മണ്ഡലത്തിനകത്ത് പോലും ബഹുമാന്യനായ എം.എൽ.എ. സി.കെ. കാസിമിന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം പദ്ധതികളാണ് ക്യാമ്പസുകളിലും സ്കൂളുകളിലും പൊതുയിടങ്ങളിലുമെല്ലാം ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിർത്താൻ ഇവിടുത്തെ എം.എൽ.എക്ക് സാധിച്ചെങ്കിൽ അതിനെ അങ്ങ് തുരങ്കം വെച്ച് ഈ മുക്കത്തെയും പരിസര പ്രദേശത്തെയും ഇങ്ങനെ ബിവറേജ് ഔട്ട്ലെറ്റിന് അനുമതി കൊടുത്തുകൊണ്ട് ലഹരിയിൽ മുക്കിക്കൊല്ലാനാണ്, ഇവിടെ കലാപം കലുഷിതമാക്കാനാണ്, ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ്, ഇവിടുത്തെ കുടുംബ ബന്ധങ്ങൾ താറുമാറാക്കാനാണ്, ഇവിടുത്തെ അടുക്കളകളിൽ ഇനിയും അസമാധാനത്തിന്റെ വിത്തുകൾ പാകാനാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തയ്യാറാകുന്നതെങ്കിൽ അതിനെതിരെ അതിശക്തമായ ചെറുപ്പത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. ബീവറേജസ് ഔട്ട്ലെറ്റിന് ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന കഴിഞ്ഞ ഭരണസമിതി എടുത്ത ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് അട്ടിമറിച്ചതിന് പിന്നിൽ കൂട്ടുകച്ചവടമാണെന്നും ജനകീയ സമരങ്ങൾ ഫലം കണ്ട ചരിത്രമാണ് മുക്കത്തുള്ളതെന്നും പി.ജി. മുഹമ്മദ് പറഞ്ഞു. നഗരസഭാ ലീഗ് പ്രസിഡന്റ് എ.എം. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഗഫൂർ കല്ലുരുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ വി. അബ്ദുല്ലക്കുട്ടി, ഷരീഫ് വെണ്ണക്കോട്, മുനീർ മുത്താലം, ഹനീഫ് തെച്ചാട്, വി. റഹ്മത്ത്, ബുഷൈർ, ജി. ജയരാജ്, ഷബാന നൂർ, ദാവൂദ് മുത്താലം, എം. മധു, പി. വി. അബ്ദുസലാം, പി. കെ. സലാം, ടി. കെ. ഷറഫുദ്ദീൻ, ഷാഹിർ മാസ്റ്റർ, സൈഫുദ്ദീൻ കാടാമ്പള്ളി, എം. കെ. യാസർ, ജിഹാദ് തറോൽ, അൻവർ മുണ്ടുബാർ, പി. സി. എ. റഹ്മാൻ, എ. എം. നജീബുദ്ദീൻ, കൃഷ്ണൻ വടക്കയിൽ, പ്രസാദ് പെരിങ്ങാട്ട്, ഉമർ അബ്ദുല്ല, മിത്ലാജ് മുണ്ടുപാറ, സൈനബ മുത്താലം, ഉനൈസ് കടവ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും നികുതി കൃത്യമായി പിരിച്ചെടുക്കുന്നതിൽ നഗരസഭാധികൃതർ ഗുരുതര വീഴ്ച വരുത്തിയതായും സർക്കാർ അനുവദിച്ച പദ്ധതി തുക വിനിയോഗിക്കുന്നതിൽ പോരായ്മ വന്നതായും മുസ്ലിം ലീഗ് ആരോപിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നികുതിയായ 1.18 കോടി രൂപ ഇനിയും പിരിച്ചെടുത്തിട്ടില്ലെന്നും ജനങ്ങൾക്ക് പ്രയോജനകരമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഭരണസമിതി പരാജയമാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.